അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഒരു ഇടവേളയെടുക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അദ്ദേഹം ധ്യാനത്തിനായി എത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ കന്യാകുമാരിയിലേക്കാണ് ധ്യാനത്തിനായി പോകുന്നത്. 45 മണിക്കൂർ ധ്യാനത്തിൽ ആണ് അദ്ദേഹം തയ്യാറെടുക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, ഈ യാത്ര കേരള വഴിയാണ്. കേരളത്തിൽ പക്ഷേ തങ്ങുന്നില്ല, വളരെ പെട്ടെന്ന് കന്യാകുമാരിയിലേക്ക് പോകുമെങ്കിലും ആ ഷെഡ്യൂൾ എങ്ങനെ എന്നതിൽ വ്യക്തത ഉണ്ടോ? എത്രത്തോളം ശക്തമാണ് കന്യാകുമാരിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ? അഭിലാഷ, 4 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കും. 4:35 കന്യാകുമാരിയിൽ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ. വിശദമായ ഇതിന്റെ സുരക്ഷാ ക്രമീകരണം കന്യാകുമാരി തലസ്ഥാനത്തും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന ക്രമീകരണവും ഒക്കെ ഉണ്ട്, ഗതാഗത ക്രമീകരണവും ഒക്കെ ഉണ്ട്. അദ്ദേഹം നഗരത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. പക്ഷേ പ്രധാനമന്ത്രിയാണ്, അടിയന്തര സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പുറത്തേക്ക് വരേണ്ട അവസ്ഥയുണ്ടാകും. അങ്ങനെയെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. അതിശക്തമായ സുരക്ഷാ സന്നാഹം വിമാനത്താവളത്തിന് പരിസരത്തും അതുപോലെ തന്നെ നഗര മേഖലകളിലും ആ സമയത്തുണ്ടാകും. വലിയ കാലാവസ്ഥ ഇപ്പോൾ വലിയ മഴ പെയ്യുന്നില്ല, പക്ഷെ ഇപ്പോഴും ആകാശം ഇരുണ്ട് തന്നെ നിൽക്കുന്നു. കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഹെലികോപ്റ്ററിന് ടേക്ക് ഓഫ് ചെയ്യാനുമൊക്കെ സാങ്കേതിക തടസ്സമുണ്ടായേക്കാം. അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഈ യാത്രാ പരിപാടികളിലൊക്കെ ചെറിയ മാറ്റമുണ്ടാകും. എങ്കിലും നിലവിൽ അദ്ദേഹം വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറിച്ചുള്ള പ്ലാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പക്കൽ സ്വാഭാവികമായി ഉണ്ടാകുമെങ്കിൽ അദ്ദേഹം രാജ്ഭവനിൽ വേണം തങ്ങേണ്ടത്. അത്തരം ക്രമീകരണങ്ങളും എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ടാണ് വാഹന ഗതാഗത ക്രമീകരണം അടക്കം തലസ്ഥാന നഗരത്തിൽ സിറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അടിയന്തര ആവശ്യത്തിന് വിമാനത്താവളത്തിന് പുറത്തേക്ക് വരേണ്ടി വന്നാൽ അദ്ദേഹം സ്വാഭാവികമായും അതിനുള്ള ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കും. അതൊരു പ്ലാൻ ബി ആയിട്ടാകും പോലീസിന്റെ ക്രമീകരണങ്ങളിലുള്ളത്. ഏതായാലും നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് 4 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് ധ്യാനത്തിന് പോകാനായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരും. മറ്റന്നാളാണ് 1-ാം തീയതി വൈകിട്ടാണ് അവിടെ നിന്ന് അദ്ദേഹം ധ്യാനം പൂർത്തിയാക്കി തിരിച്ച് മടങ്ങുന്നത്. അതും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന ശേഷം കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന ശേഷം അവിടെ നിന്നാകും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ദിവസങ്ങൾ കൂടിയാണ്. നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണെങ്കിൽ പോലും നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രാധാന്യം ആ തരത്തിൽ വളരെ വലുതാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും തരത്തിലുള്ള ആത്മീയ വഴി കൂടി കാണിച്ചുകൊണ്ട് അതും ഒരു രാഷ്ട്രീയ സന്ദേശമായി കാണുന്ന നിരവധിയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ധ്യാനം ആ രീതിയിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതുമാണ്. തീർച്ചയായും വരും വാർത്തകളിലും നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം.